പി എന്തായാലും ഈ തീവ്രമായിട്ടുള്ള തിരിച്ചടി രണ്ടാം ദിവസം ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഇറാൻ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായിട്ടും SKN നമ്മൾ ഇപ്പം മനസ്സിലാക്കുന്നത് ഈ മണിക്കൂറുകളിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ വലിയ ആക്രമണം, അത് ബാലിസ്റ്റിക് മിസൈലുകളായും ഷഹേദ് ഡ്രോൺസുമായിട്ടും നടക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് വരുന്നത്. ടെല്ലവീവിൽ ഒരുപാട് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ ഇന്നലെ 9 പേർ ബെയ്ത്ത് ഷമാമിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കഴിഞ്ഞ തവണ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതലായി ഇത്തവണ ജെറൂസലേമിൽ തീരദേശ നഗരമായ ഹൈഫയിൽ അടക്കം ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ഒരു കുന്നാരം തന്നെ വന്ന് വീഴുന്ന അവസ്ഥയുണ്ട്. അതിലെ ഭൂരിപക്ഷവും ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളും മിസൈൽ വേദക സംവിധാനങ്ങളും തകർക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ വ്യാപകമായ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, മരണസംഖ്യ കൂടുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളൊന്നും പുറത്തേക്ക് വിടരുതെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനിലേക്ക് മാത്രമല്ല ആക്രമണം നടക്കുന്നത്, ലെബനോനിൽ നിന്ന് ഹെസ്ബുള്ള ഇറാൻ്റെ പ്രോക്സി ആയിട്ട് അറിയപ്പെടുന്ന സംഘടനയാണ്. ഹെസ്ബുള്ള ലെബനോനിൽ, അതുപോലെ തന്നെ ഗസയിൽ ഹമാസ്, ഹൂതികൾ യമനിൽ, ഇവർ 3 പേരും ഇറാൻ്റെ സന്നദ്ധ സംഘടന പോലെ ഇറാന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനകളാണ്. അപ്പോൾ ഹെസ്ബുള്ള ഇറാനെ പിന്തുണച്ചുകൊണ്ട് അവർ ലെബനനിൽ നിന്ന് റോക്കറ്റുകൾ അയച്ചു. അതിന് മറുപടിയായി ഇപ്പോൾ ഇസ്രായേൽ ലെബനോനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ലെബനോൻ താഴ്വരകളിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. SKN ഇപ്പോൾ പറഞ്ഞൊരു കാര്യം വളരെ ശരിയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധത്തിന് എതിരായി പ്രഖ്യാപിച്ചിരുന്നു എന്ന് മാത്രമല്ല, ബ്രിട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്. ബ്രിട്ടൻ നിലപാട് മാറ്റിയിരിക്കുന്നു. ബ്രിട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ നാവിക താവളങ്ങളടക്കം സേനാ താവളങ്ങളൊക്കെ അമേരിക്കയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ ബ്രിട്ടൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബ്രിട്ടന് പിന്നാലെ ജർമ്മനി, ഫ്രാൻസ്, യൂറോപ്പിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള യൂറോപ്യൻ യൂണിയന് നേതൃത്വം നൽകുന്ന 3 രാജ്യങ്ങൾ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിന് വിഭിന്നമായ നിലപാടെടുക്കുന്നത് ഇറ്റലിയും യൂറോപ്പിന് പുറത്ത് ഓസ്ട്രേലിയയുമാണ്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥ കണ്ടിട്ടാകണം, അല്ലെങ്കിൽ അമേരിക്ക യൂറോപ്പിനെ ഒരുപക്ഷെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിച്ചു കാണണം. അവരൊക്കെ നിലപാട് മാറ്റുന്നു. 2ാം ലോക മഹായുദ്ധത്തിലും ജർമ്മനിയും ജപ്പാനും ഒഴികെയുള്ള സഖ്യത്തിനെതിരെ യൂറോപ്പ് ഏതാണ്ട് ഒറ്റക്കെട്ടായി, ഇറ്റലിയും ഇല്ലായിരുന്നു, ഒറ്റക്കെട്ടായി നിന്നതാണ് അമേരിക്കയോടൊപ്പം. ആ സഖ്യത്തിന് വിള്ളൽ വീണത് ട്രംപ് യൂറോപ്യൻ യൂണിയനെതിരെ വലിയ രീതിയിലുള്ള നികുതി ചുമത്തുകയൊക്കെ ചെയ്തതോടെയാണ്. SKN ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്തകളിൽ പ്രധാനപ്പെട്ടൊരു വാർത്ത, ഈ ബഹ്റിനെ കാര്യമായി ആക്രമിക്കാൻ ഇറാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അവിടെ ബഹ്റിനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് മിസൈൽ അയച്ചതിന് പുറമെ അവിടുത്തെ ബഹ്റിനിലെ മനാമിയിലെ സൽമാൻ തുറമുഖം ആക്രമിച്ചതിൻ്റെ കൂടുതൽ വാർത്തകൾ വരുന്നുണ്ട്. ഒരാൾ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ തുറമുഖത്തിനും അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടെ ഈ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് ഡ്രോണുകൾ വീഴുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് പറയാൻ ഇല്ല ഞങ്ങളുടെ ആസ്ഥാനത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ സേനാ താവളത്തിൽ മിസൈൽ പതിച്ചില്ല, ഡ്രോൺ പതിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. അവിടെ തീഗോളങ്ങൾ ഉയരുന്നതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ട്. കുവൈറ്റിലും ഇതാണ് സ്ഥിതി. കുവൈറ്റിൽ അവരുടെ 91 മുതലുള്ള താവളത്തിൽ മിസൈൽ പതിച്ചതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും അലേർട്ടാണ്. കാരണം ഈ മിസൈൽ വേദക സംവിധാനം UAE-യിലും സൗദിയിലും മറ്റ് അറബ് രാജ്യങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ തടയുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ SKN ഇറാൻ കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഫൂളിഷ്നെസ് അല്ലെങ്കിൽ വിഡ്ഢിത്തം എന്ന് പറയുന്നത്, ഇങ്ങനൊരു അവസ്ഥയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അറബ് ലോകവും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നൊരവസ്ഥയിൽ ഇതേ രാജ്യങ്ങളിലേക്ക് അമേരിക്കയുടെ സേനാ താവളം ആക്രമിക്കുന്നു എന്ന പേരിൽ നടത്തിയ ആക്രമണങ്ങൾ ഈ ഇറാനെതിരെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ ഒരുമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവർ ലക്ഷ്യം വയ്ക്കുന്നത് US ബേസ് ആണെന്ന് പറയുമ്പോഴും സ്വന്തം രാജ്യത്തേക്ക് മിസൈൽ വരുമ്പോൾ അവിടുത്തെ ജനത അലേർട്ടാവും, ദേശസ്നേഹം ഉണരും. ഇറാനു വേണ്ടി ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ അവിടെയുണ്ടായ ഒരു പാട്രിയോട്ടിസം, ദേശസ്നേഹം, കൺസോളിഡേഷൻ പോലെ ഇറാനെതിരെ
ഒരു തരത്തിൽ ഗൾഫ് ജനതയുടെ ഒരു കൺസോൾട്ടേഷൻ, കാരണം തങ്ങളാണ് ആക്രമിക്കപ്പെടുന്നത് എന്ന ചിന്ത UAE-യിൽ, സൗദിയിൽ, കുവൈറ്റിൽ, ഖത്തറിൽ, ഇറാഖിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറാഖിലെ എർബിൽ എന്നുള്ള US സേനാ താവളത്തിന് നേരെ ഈ മണിക്കൂറുകളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. സിറിയയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. സിറിയ നേരത്തെ SKN ഓർക്കുന്നുണ്ടാവും, റഷ്യൻ പക്ഷപാതിയായിരുന്ന സിറിയ ബഷാർ അസാദിന്റെ കാലത്ത് ഇറാന്റെ ഏറ്റവും അടുത്ത രാജ്യമായിരുന്നു. നേരത്തെ ഇറാന്റെ സഖ്യകക്ഷി പോലെ നിന്ന രാജ്യമാണ് സിറിയ. സിറിയയിൽ വിമതസേന അധികാരം പിടിക്കുകയും അഹമ്മദ് ഷറ അവിടെ അധികാരത്തിൽ വരികയും അമേരിക്കൻ പക്ഷപാതിത്വം സ്വീകരിക്കുകയും ചെയ്തതോടെ സിറിയയും ഇപ്പോൾ ഇറാന് എതിരാണ്. അപ്പോൾ ഈ തരത്തിൽ GCC രാജ്യങ്ങൾ തന്നെ ഇവരെ ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ SKN ഇറാൻ ചെയ്തത് വലിയൊരു ഫൂളിഷ്നെസ് ആണ് ഈ അവസ്ഥയിൽ. പക്ഷേ ഇറാനിന്റെ ഉള്ളിൽ അവരെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.